എല്ലാവർക്കും നമസ്കാരം. റോസി വർഗീസ് കിച്ചൺ ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു റവ കൊണ്ട് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കേട്ടോ. 1 കപ്പ് റവ, അത് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഒരു 3-4 ഏലക്കായ തൊണ്ട് കളഞ്ഞെടുത്തതാണ്, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കട്ടെ. വറുത്തതോ വറുക്കാത്ത റവ എടുക്കണതിൻ്റെ കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ റവ പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു പഴമാണ്, ചെറുപഴമില്ല, അതുകൊണ്ട് ഒരു പഴുത്ത ഏത്തപ്പഴം ഇരുന്നത് ഞാൻ എടുത്തേക്കണതാണ്. ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നടിച്ചെടുക്കാം. പൊടിച്ച് വെച്ചേക്കണ റവയിലേക്ക് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കണം. അടിച്ച പഴം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഒരു 4 അച്ചുണ്ട ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്ത് അരിച്ച് വെച്ചേക്കുന്നതാണ്. അത് ഞാൻ ഈ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കും. ചെറിയ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇത് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തേക്കണതാണ് കേട്ടോ. റവ ആയതുകൊണ്ട് ഒന്നുകൂടെ കട്ടിയാവും. അപ്പോൾ നമ്മൾ ചുടാൻ നേരത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒരു പൊട്ട് സോഡ, ബേക്കിംഗ് സോഡ അധികം ഇടണ്ട, ഒരു പൊട്ടിട്ടുള്ളൂ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ എല്ലായിടത്തേക്കും ആവാൻ നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു സ്പൂണ് എള്ള്, തേങ്ങ ചെറുതായിട്ട് വറുത്തെടുത്തേക്കുന്നതാണ്, അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക, ഒന്ന് കുതിരാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിക്കേണ്ടി വരും. ഇത്തിരി കട്ടിയുണ്ട്, റവയാകുമ്പോൾ ഒന്നുകൂടെയും കട്ടിയാവുമല്ലോ. അപ്പോൾ എടുക്കാൻ നേരത്ത് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടാവും. ഇത്രയും സമയം മതി. ഞാൻ ഇതിനകത്തേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇത്രയും ഉപ്പ് മധുരം ബാലൻസ് ചെയ്യും. ഇത് നല്ല തിക്കിലാണ് ഇരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കാം. നേരത്തെ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതാണ്, ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചതുണ്ട്. റവയായതുകൊണ്ട് പെട്ടെന്ന് തിക്കാവും. ഞാൻ ഇതിക്ക് മുമ്പ് അരിപ്പൊടിയും മൈദപ്പൊടിയും റവയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് അരിപ്പൊടിയും മൈദപ്പൊടിയും ചേർക്കണില്ല. ഉണ്ണിയപ്പച്ചട്ടി വെച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെയാണ് ഉണ്ണിയപ്പത്തിന് ഒഴിച്ച് കൊടുത്തേക്കണത്. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് കേട്ടോ ഒഴിക്കണത് കാണിക്കാൻ ഞാൻ.
എനിക്ക് പിടിച്ചിട്ട് ഒഴിക്കാൻ ബുദ്ധിമുട്ട്. നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റിയായ ഉണ്ണിയപ്പം തന്നെ. അപ്പോൾ ഒരെണ്ണം തിന്ന് നോക്കി, തിന്നിട്ട് പിന്നെ തിന്നാൻ തോന്നണം എനിക്ക്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. തേങ്ങ വറുത്തതിൻ്റെയും റവയുടെ സോഡ ഇതിട്ടതിൻ്റെയും പഴം ഇട്ടൊക്കെ ചേർത്തതിൻ്റെയൊക്കെ സോഫ്റ്റും നല്ല ടേസ്റ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ലൈക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മൂന്ന് കൂട്ടം പൊടിയും ചേർത്ത് ഉണ്ടാക്കിയതിലും നല്ല ടേസ്റ്റാണ്. എനിക്കത് പിന്നെ തിന്നാൻ തോന്നുന്നു. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ തിന്നിട്ട് വീണ്ടും തിന്നാൻ തോന്നണു. അത്രയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ട്, സോഫ്റ്റുമാണ്. കണ്ട സ്മൂത്തായിട്ടിരിക്കണം, നല്ല പഞ്ഞി പോലെ ഇരിക്കണം. നല്ല ടേസ്റ്റാണ്. നല്ലോണം തേങ്ങയൊക്കെ കൂടുതൽ വറുത്തിട്ടായിരുന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. റവയും പഴം വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം കണ്ട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എന്തായാലും അത് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ 2 നിന്നിട്ട് പിന്നെ എനിക്ക് തിന്നാൻ തോന്നണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നല്ലോണം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ്. പിന്നെ ഇത്തിരി മധുരം ഉണ്ട്. മധുരം എനിക്ക് ഇഷ്ടമുള്ളതാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, എങ്ങനെയാണെന്നറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. നിങ്ങളത് ചെയ്ത് നോക്കുക. എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും നന്ദി.